അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു സംഭവമായിട്ട് ഒരു പെണ്ണുങ്ങൾക്ക് സബർ എടുത്തത് കൊണ്ട് ആ പെണ്ണുങ്ങളുടെ മുഖത്തിൽ എന്തൊരു തെളിച്ച എന്തൊരു ഭംഗി ആ ഒരു സംഭവമായിട്ട് ഇണ്ട് വിവരിക്കുക പോണ്ടത്. അപ്പൊ ആ പെണ്ണുങ്ങൾ എന്തൊരായിട്ട് കഷ്ട അനുഭവിച്ചെന്നുള്ളത്. അപ്പൊ ഈ സബർ എന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ജസാ, സബറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ജസാ പൊറുതികേട് കാട്ടുകയാണ്. അള്ളാഹു താല എന്തെങ്കിലും ഒരു കഷ്ടം കൊടുത്തിട്ടാകുമ്പോ അവിടെ സബർക്ക് വിരുദ്ധമായിട്ടുണ്ടാവുമെങ്കിൽ അതായിട്ട് ജസാ. സബർ എന്നുള്ളത് അത് എന്തായിട്ട് ഞങ്ങൾക്ക് പിന്നെ ഹുസ്നുൽ അലാനിയ ഞങ്ങളെ പുറത്തുക ഞങ്ങൾ എന്താക്കത്തീറ ആർക്കും പിന്നെ അതിലൊരു ഇത് കാട്ടുക തീര പുറത്തുക ഞങ്ങൾ ആൾമാർ എതിരില് ഈ അതിലൊരു വിഷമമോ ബേജാറോ കാട്ടാത്ത പോലെ വേണം. അപ്പൊ അതാണെങ്കിലോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു താല അതിലെ അവസാനം അള്ളാഹു നന്നാക്കി തണ്ടാണ്ട് മാത്രല്ല അള്ളാഹു അതൊക്കെ ബദലും കൂടി തണ്ട എന്നുള്ളത്. അപ്പൊ ഹുസ്നുൽ അലാനിയാൻ ചൊല്ലത് പുറത്തുക ഞങ്ങൾ എന്താക്കണം, നല്ല നിലക്ക് പാടണം. അതായത് ഇത് സാധാരണ എൻ്റെ ഇപ്പോൾ ഒരു കഷ്ടം വന്ന സ്ഥലത്തേക്ക് ഈ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടാണ് DP വെക്കിടണം. അതായത് കണ്ണെടുത്ത് തഞ്ഞി വണ്ടത് ഉൾപുട്ടത് മുരിക്കെടുത്ത് നമ്പറാവെടുത്ത് ഇതെല്ലാം DP വെക്കിട ആളുമാറും. ഇതെല്ലാം ശ്രദ്ധിക്കണം. ഈ സബറും ചൊന്നത് അത് എഴുതിട്ടിടലല്ല. ഞങ്ങളെ സ്റ്റാറ്റസിലിട്ട് ഞങ്ങളെ നോക്കിയ ആൾമാരെല്ലാവരും കേൾക്കേ എനിക്ക് എന്തൊരു എന്തൊരു ബേജാറ് എന്തായിപ്പോയിട്ട് എന്തൊരു ദുഃഖം അല്ലെ അങ്ങനെ ആയിട്ട് കേൾക്കല്. അപ്പൊ ഞങ്ങൾ സ്റ്റാറ്റസിലിട്ട് വന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ആയിട്ട് എന്നിട്ട് എല്ലാവരുടെയും ചൊല്ല് അല്ലെങ്കിൽ ഡീപ്പിൽ വെക്കട എന്നുള്ളത്. ഇതല്ല സബറും ചൊല്ലത്. അത് സബറുക്ക് വിരുദ്ധമുള്ള ജസ ആയിട്ട് സബറുക്ക് കൂലിയുണ്ട്, അള്ളാഹു ബദൽ തണ്ട ഖൈർ തണ്ട. ഇങ്ങനെ ഇതൊക്കെ ജസ കാട്ടിയെങ്കിൽ അതൊക്കെ ബദലും കിട്ടല. ബദൽ ചെന്നെങ്കിൽ അതൊക്കെ എന്തിനും അള്ളാഹു താല പരിഹാരമായി അതിനേക്കാൾ നല്ലത് അള്ളാഹു താല തണ്ടായിരുന്നു. അപ്പൊ സബർ എന്നുള്ളത് ഞങ്ങൾ എന്താക്കണം, എന്തെങ്കിലും ഒരു കഷ്ടം അനുഭവിക്കുമ്പോ 10 കാൽമാർക്ക് കാട്ടാണ്ട് ഞങ്ങൾ അത് വെച്ചോളണം. അവിടെ ഞങ്ങളെ വായിലോ ഞങ്ങളെ പ്രവൃത്തിയിലോ ഈ സബർക്ക് വിരുദ്ധമായിട്ടുള്ളതൊന്നും ഉണ്ടാവുക തീര എന്നുള്ളത്. സാധാരണ ഇന്ത്യ ഇതാക്കാണ്ടത് എന്താ വാട്സപ്പില് DPയും സ്റ്റാറ്റസും അല്ലെ. സ്റ്റാറ്റസ് ഇട്ടിട്ട് പിന്നെ അതിൽ എത്ര ആൾമാർ നോക്കിക്കൊണ്ടിരിക്കാറ്. സ്റ്റാറ്റസിൽ ഇടണ്ടാന്ന് ചൊല്ലല്ല, സ്റ്റാറ്റസിൽ ഉപകാരമുള്ളത് ഇട്ടൻ കണ്ടെങ്കിൽ 4 ആൾ നോക്കിയിട്ട് അത് നല്ലതെന്ന് പഠിച്ചൻ കണ്ടെങ്കിൽ അത് ഉപകാരമേ. അപ്പൊ സ്റ്റാറ്റസ് ഇടമായി കേട്ടൻ കണ്ടെങ്കിൽ അത് നല്ലതും കണ്ടെങ്കിൽ നല്ലത് ആറ് എപ്പോ നല്ലത് ചെയ്തെങ്കിൽ നല്ലതേ. പക്ഷെ അതുകൊണ്ട് പിന്നറാല് ഗീബത്തോ നമീമത്തോ ഫസാദോ ഇത് സ്റ്റാറ്റസിൽ ഇട്ടിട്ട് ചൊല്ലാൻ കണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെതായ ശിക്ഷയും കിട്ടും. നല്ലത് ഇട്ട് കൊടുക്കണേന് തന്നെ ആൾമാർ നോക്കി എന്തെങ്കിലും പഠിച്ചാൻ കണ്ടെങ്കിൽ അതിന് ഗുണവും കിട്ടും. അപ്പൊ ഈ സ്റ്റാറ്റസ് ഇട്ടവിടെ ഈ കണ്ണിൽ തന്നെ വേണ്ടതും കഷ്ടം വന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മുരിക്കിടുതും അല്ലെങ്കിൽ കത്തിരുതും അല്ലെ ഇങ്ങനത്തെ എല്ലാം ഇട്ടിട്ടല്ല ഇട്ടാൻ കാണ്ട് DP ഇട്ടതും ഒക്കെ കാണ്ട്. അപ്പൊ അതല്ല വേണ്ടത് എന്ന്. അപ്പൊ ഞങ്ങൾ ചൊല്ലത് അവിടെ ഒരു ചരിത്രമായിട്ട് ചൊല്ലുകയാനായിട്ട് എന്തായിട്ട് ഒരു പെണ്ണുങ്ങളെ ഒരു സംഭവം ആ പെണ്ണുങ്ങൾ എന്തായിട്ട് കഷ്ടം അനുഭവിച്ചത് എന്നുള്ളത്. മഹാനായ അബുൽ ഹസൻ സറാജ് മഹാനവർകൾ ചൊല്ല് ഞാനവർക്ക് ഹജ്ജിക്ക് പോയപ്പോ തവാഫാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണുങ്ങളെ കണ്ടത് ഭയങ്കര ഭംഗിയായിട്ട് ആ മുഖത്ത്. അപ്പൊ ഞാൻ ചൊന്നേ ഈ മുഖത്ത് ഇത്ര തെളിച്ചവും ഭംഗി ഇക്കണോട് കണ്ടെങ്കിൽ അയിമക്ക് ഒരു ടെൻഷനും ഒരു ബേജാറും ഇല്ലാത്തത് കൊണ്ടായിട്ട്. അപ്പൊ ആ പെണ്ണിങ്ങ ഈ പലക്കൊക്കെ എടുത്ത് അപ്പൊ അയിമ എടുത്ത് നീ എന്തൊരു ചെന്നേ ആ പെണ്ണിങ് വന്ന് കേൾക്കണേ എന്തൊരു ചെന്നേ നന്റെ ബേജാറും ദുഃഖാൻ ചൊല്ലാൻ കണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൊല്ലാൻ എനിക്ക് തോന്നല്ല. ആർക്കും അങ്ങനത്തതൊന്നും സംഭവിച്ചിട്ടിക്കല്ല. അപ്പൊ ഞാൻ കേട്ടെ അതെങ്ങനെ. അപ്പൊ ജന്ത് നക്ക് ജണ്ട മക്കെന്ന ഈ മക്കളെ അബ്ബ ഒരു ഉദുഹിയത്ത് കൊടുത്തു. വില പറഞ്ഞാൽ ഉദുഹിയത്ത് കൊടുക്കല്ലേ. അവിടെ ആടർത്തല്ലേ പയ്യർത്തിട്ട് ഇങ്ങനെ ഉദുഹിയത്ത്. അപ്പൊ ഈ ആടർ അറുത്തിട്ട് ഈ ഉദുഹിയത്ത് കൊടുത്തത് നക്ക് ജണ്ട് ചെറിയ മക്കയിന്നാറ് കളിച്ചോണ്ടിരുന്നാറ് ഇങ്ങനെ ഇത് നോക്കിയാറ്. ഒരു കിടാവാണെങ്കിലോ മുലക്കൊടിക്കിലെ കിടാവുമുണ്ട്. അപ്പൊ ഞാന് അവിടെ ഫുഡ് ആക്കിക്കൊണ്ടിരുന്നേ. അപ്പൊ ഈ വലിയ മോന് ചെറിയ മോന്റെ ടീച്ചൊന്ന ബാപ്പ എങ്ങനെ ആടർത്തനായിട്ടൊന്ന് ഞാൻ കാട്ടിത്തറക്കാൻ. അങ്ങനെ ഈ ചെറിയ കിടാവിടെ വലിയ മോനെ പിടിച്ചിട്ട് അറുത്തതുപോലെ മേർത്ത്.
അപ്പൊ ഈ സംഭവം ഈ ചെറിയ കിടാവ് മറിച്ചിട്ടാകുമ്പോ ഈ കിടാവ് വലിയ മോണ് ഓടി പർവ്വതത്തെ സൈഡുക ഓടി. അങ്ങനെ ഓടിയിട്ട് ഈ കിടാവിടെ നായി തിന്നത്. കാട്ടു നായിങ്ങക്ക് അത് ഗുമ്പായിട്ട് പണ്ട് അതിപ്പോ ഏത് കിട്ടിയാണ് അവർക്ക് അത് 2 മിനിറ്റിലെല്ലാം തീർക്കില്ല. അപ്പൊ ഈ നായി പിടിച്ചിട്ട് ഈ മോന്റെ തേടിയോണ്ട് ബാപ്പും പോയിട്ട് ബാപ്പ് ഓടി പോയിട്ട് താകായിട്ട് ഉറപ്പൊക്കെ പൂണ്ടിട്ട് അയാളും മരിച്ചിട്ട് ഈ ബാപ്പടെ തേടിയോണ്ട് നാണ് പോയ നിന്റെ കയ്യിലാണെങ്കിലോ ചെറിയ മുല കുടിക്കിടാവില്ലേ ഇതേ വെച്ചിട്ടായിട്ട് നാണ് പോയി ബായിൻ്റെ അവിടേക്ക് പോയി. ബാപ്പ എന്തായിട്ട് നോക്കപ്പേനായിട്ട് ബായിൻ്റെ അവിടെ ഈ കിടാവ് മെല്ലെ പറണ്ട് വന്നിട്ട് അടുപ്പിൽ വെച്ച കറിയുടെ ബിസലുണ്ടല്ലേ അതിലെ വലിച്ചിട്ട് അത് അടുപ്പിൽ ഇന്നതാ കിടാവിടെ മേലെ പൂണ്ടിട്ടു ആ പേച്ചോണ്ടിരുന്ന കറിയായിട്ട് ഈ കിടാവ് പോണ്ടത് ഇറച്ചി മുല്ലല്ല വേറെ ഇട്ട്. അപ്പൊ ഈ സംഭവം നിന്റെ വലിയൊരു മോള് മഞ്ഞളാക്കി കൊടുത്ത് മാപ്പിളയുടെ ഒത്തുണ്ട്. ആ മോളിക്ക് അഭിഷേകിട്ടിട്ട് ആ മോളും പൂണ്ടിട്ട് മരിച്ചത്. അപ്പോ ഇങ്ങനിടയിൽ ഞാൻ ഒൻറ്റിയായിട്ട് ഞാൻ ബാക്കിയായി. അപ്പൊ ആ ഉമ്മ കഷ്ടാനുഭവിച്ചത് കഷ്ടം നോക്കൂ. അപ്പോ അത് ചൊല്ലൊക്കെ തന്നെ ആവില്ല അല്ലേ? മക്കളെതിരിൽ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ അത് സൂക്ഷിക്കണം, ജാഗ്രതാക്കണം എന്നുള്ളത്. അപ്പൊ ഇതായിട്ട് ഇവിടെ അപ്പൊ കേട്ടത് ഇത്ര വലിയ മുസീബത്ത് എത്തിട്ടാകുമ്പോ നീ എങ്ങനെ ക്ഷമിച്ചത് എന്ന് അബുൽ ഹസൻ സറാജിക്ക് അപ്പൊ ചെന്ത് സബറും ജസറും ജണ്ടും വേറെ ആയി കാണണം. ಅದರ ജണ്ടും വേറെ ആയിട്ടില്ല. സബറു ആ പെണ്ണിങ്ങ ചൊന്നു കൊടുത്തത് സബർ ചൊല്ലത് ബിഹുസ്നിൽ അലാനിയ ഞങ്ങൾ പർത്തുക ഞങ്ങൾ എന്തും കാട്ടുകുത്തിയ പർത്തുക നല്ല നിലക്ക് വേണം. മഹമൂദുൽ ആഖിബ അതിലെ അവസാനം നല്ലതായിട്ടില്ല. അങ്ങനെ ചെയ്തതിനാണ് വഅമ്മൽ ജസഉ ഫസാഹിബു ഗൈറു മുഅവ്വദ്. അതുപോലെ ജസ സബർ ഇല്ലായ്മ കാട്ടിൻ കണ്ടെങ്കിലോ അതൊക്കെന്തും ബദൽ കിട്ടലാണ്. അപ്പൊ ഈ പെണ്ണുകളെ മുഖത്തിത്ര തെളിച്ചവും ഭംഗിയും സൗന്ദര്യമൊക്കെ ഉണ്ടായത് ആ ഉമ്മയുടെ സബുറായിട്ടില്ല. അത്ര സബുർ എടുത്തത് കൊണ്ടായിട്ട്. അപ്പൊ സബുറും ചൊല്ലത് ഞങ്ങൾ എന്താക്കടല്ല ഞങ്ങൾ എന്തെങ്കിലും കഷ്ടാനുഭവിച്ചതിനെ 4 ആൾ മാറിട്ട് ചൊല്ലതല്ല സബുർ. ഞങ്ങൾ പുറത്ത് അതെന്തും ആവാത്തങ്ങളെ പോലെ ഇക്കടെ എന്നതായിട്ടിക്കട് സബുർ. അതായിട്ടിക്കട് സബുർ എന്നുള്ളത്. അപ്പോ ആ പെണ്ണുങ്ങളെ മുഖത്ത് കത്തര തെളിച്ചുണ്ടായത് ഇത് കൊണ്ടായിട്ടിക്കട് എന്നുള്ളത്. അപ്പൊ സബറുക്ക് ഒന്ന് സബറെടുത്തെങ്കിലും പ്രതിഫലം ഉണ്ട് ആഖിറത്തില്. 2 ദുനിയാവിൽ തന്നെ അത് അതിനേക്കാൾ നല്ലത് അല്ലാഹു തആല തണ്ട. ജസാ കാട്ടിയെങ്കിലോ സബർ ഇല്ലായ്മ കാട്ടിയെങ്കിലോ പ്രതിഫലവുമില്ല, അതിക്ക് ബദലും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങ സബർ എന്നുള്ളത് 4 ആൾമാരുടെ ചൊല്ലലോ പേപ്പറിലിടലോ അല്ലെങ്കിൽ എല്ലാവർക്കും ഗൊന്താക്കലല്ല സബർ. മറച്ചു വെക്കലായിട്ടിക്കിട് അള്ളാഹുടെ പ്രതിഫലത്തെ ആഗ്രഹിക്കലായിട്ടിക്കിട് അത് എല്ലാം തീർന്നിട്ട് ലാസ്റ്റ് കല്ല സബർ അസബർ ഇന്ദ സദമത്തിൽ ഊല അപകടം തട്ടിയ അപ്പ തന്നെ ആയിട്ടിക്കിട് സബർ വേണ്ട. തുടക്കത്തിൽ നിന്ന് അള്ളാഹുടെ തീരുമാനം ഇങ്ങനെ അള്ളാഹുടെ കലാ ഇങ്ങനെ അള്ളാഹുത്തിൽ എന്തെങ്കിലും ഹൈർ കണ്ടുവച്ചിട്ടിക്കോ നാണ് സബർ എടുക്കാൻ എന്ന് ഞങ്ങൾ എന്താക്കല് ഞങ്ങളെ ആശ്വസിപ്പിച്ചോളാം. പുറത്തും കാട്ടാണ്ടിക്കൽ അള്ളാഹു എല്ലാ ആഫത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും ബലായിൽ നിന്നും അള്ളാഹു ഞങ്ങളെയും മക്കളെയും കുടുംബത്തെയും മുഅ്മിനീങ്ങളെയും അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. അള്ളാഹു എല്ലാവിധ ഖൈർ നമുക്ക് തുറന്നു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.